ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ലൈഫ് പ്രോസസ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ടൊന്ന് ഫുള്ളായിട്ട് സെറ്റ് ആക്കിയാലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം മിസ് പറഞ്ഞിരുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവാൻ പോകുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ മക്കൾക്ക് ആർക്കെങ്കിലും ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട്, ഈ ചാപ്റ്റർ മാത്രമല്ല നമ്മുടെ ക്ലാസ് 9 കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അതിനായിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും വർക്ക്ഷീറ്റും എക്സാംസും എല്ലാം അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അടിപൊളിയായിട്ട് സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പം നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ ലൈഫ് നമുക്ക് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ജീവനുണ്ട് എന്ന് പറയുമ്പം കുറേ കാര്യങ്ങൾ കാണിക്കും അല്ലേ. റെസ്പിറേഷൻ, സർക്കുലേഷൻ, ഡൈജഷൻ, മെറ്റബോളിസം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു ജീവനുള്ള ഒരാൾ കാണിക്കും. അപ്പം അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിന് ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് മോളിക്യൂൾസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. സോ അതിലാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് ഇതെല്ലാം വരുന്നത്. ഇവരൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ലൈഫ് എന്ന് പറയുന്ന സംഭവം തന്നെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ ബയോ മോളിക്യൂൾസിൽ നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ, അതുപോലെ ന്യൂക്ലിക് ആസിഡ് ഉണ്ടെന്ന്. ഇതിൻ്റെ എക്സാമ്പിൾസ് ഈ ഒരു ഫ്ലോ ചാർട്ട് അതേപോലെ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിലാണ് നമുക്ക് ആരൊക്കെ വരുന്നത്, നമ്മുടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, നമ്മുടെ സ്റ്റാർച്ച്, സെല്ലുലോസ് ഒക്കെ വരുന്നത്. ലിപ്പിഡ്സിലാണ് നമ്മുടെ ഫാറ്റും ഓയിൽസിനും വരുന്നത്. പ്രോട്ടീൻസിൻ്റെതും ന്യൂക്ലിക് ആസിഡിൻ്റെതും എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. പ്രോട്ടീൻസിലാണ് നമ്മുടെ ആൻറ്റിബോഡീസ്, എൻസൈംസും ഹോർമോൺസും വരുന്നത്. ന്യൂക്ലിക് ആസിഡ്സിലാണ് നമ്മുടെ DNA-യും RNA-യും വരുന്നത്. ഇതെന്തായാലും നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് മെറ്റബോളിസം. എന്താണ് മെറ്റബോളിസം? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കംപ്ലീറ്റ് കെമിക്കൽ റിയാക്ഷൻസിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുക. അതിൽ ആനബോളിസവും കാറ്റബോളിസവും വരും. ഇത് രണ്ടും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുക. അപ്പോൾ അതിൽ നമ്മുടെ ആനബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്കിംഗ് റിയാക്ഷൻസ് ആണ്. അതായത് കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് ചേർത്ത് വെച്ചിട്ട് ഒരു വലിയ മോളിക്യൂൾ ഉണ്ടാക്കുകയാണ്. കാറ്റബോളിസം എന്ന് പറയുമ്പോൾ ഒരു വലിയ മോളിക്യൂളിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് നമ്മുടെ ബോഡിയിൽ എന്താണ്, നമ്മുടെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ഉപയോഗിച്ചിട്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. സോ അത് എന്തിന് എക്സാമ്പിളാണ്, നമ്മുടെ ആനബോളിസത്തിന് എക്സാമ്പിളാണ്. ഇനി നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പ്രോട്ടീൻ കഴിച്ചു, ചിക്കൻ കഴിച്ചു, അപ്പോൾ ആ പ്രോട്ടീനെ നമ്മുടെ സെല്ലിലേക്ക് അങ്ങനെ തന്നെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് സിമ്പിൾ ഫോം ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആക്കി മാറ്റണം. സോ അതെന്താണ്, ബ്രേക്കിംഗ് റിയാക്ഷൻ, ദാറ്റ് ഇസ് കാറ്റബോളിസം. ഇതും എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇതെന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ന്യൂട്രിയൻസ്. അപ്പോൾ നമ്മളെ ബോഡിയിൽ ഈ ന്യൂട്രിയൻസ് എങ്ങനെയാണ് എത്തുന്നത്. അപ്പോൾ അതിന് ആദ്യത്തെ ആളാണ് നമ്മുടെ അമീബ. അപ്പോൾ അമീബേനെ സംബന്ധിച്ചിടത്തോളം അമീബ ഒരു സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം ആണ്, യൂണി സെല്ലുലാർ ആണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഒരു ഫുഡ് ഉണ്ടെങ്കിൽ അത് നേരിട്ട് അതിൻ്റെ സെൽ മെംബ്രെയിൻ വഴി അല്ലെങ്കിൽ കോശസ്തരം വഴി ഉള്ളിലേക്ക് കടക്കുകയാണ് ചെയ്യുക. പക്ഷേ ആനിമൽസിലും പ്ലാന്റ്സിലും കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. കാരണം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും അവരുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും ഡിഫറെൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു കോംപ്ലക്സ് ഓർഗാനിസം ആയതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമാണ് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ബാഹ്യ പരിസ്ഥിതി. ഇതിൽ നിന്ന് നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആന്തര പരിസ്ഥിതിയിലേക്ക് ഭക്ഷണം എത്തണം. അപ്പോൾ ജന്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്റേണൽ എൻവയോൺമെന്റ് അവരുടെ സെല്ലുകൾക്കിടയിൽ കാണുന്ന എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അവരുടെ സെൽ വോളും അതിൻ്റെ ഘടകങ്ങളും, അതേപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, പിന്നെ എയർ സാക്സ് ബിറ്റ്വീൻ സെൽസ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആനിമൽ സെൽസിൻ്റെ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്. അപ്പോൾ ഈ നമ്മൾ ഭക്ഷണം ഉള്ളിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം സെൽസിൻ്റെ ഈ ഒരു ഇന്റേണൽ എൻവയോൺമെന്റിൽ ന്യൂട്രിയൻസ് എത്തണം. അവിടെ നിന്ന് സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം വഴിയാണ് ഉള്ളിലേക്ക് കിടക്കുക. എന്നാൽ പ്ലാന്റ് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലാണ് നമ്മുടെ ഈ ഒരു ഇന്റേണൽ എൻവയോൺമെന്റിലൂടെ ഈ ന്യൂട്രിയൻസ് ഉള്ളിലേക്ക് കിടക്കാം. ഒന്ന് സെൽ ടു സെൽ കണക്ഷൻസ്, സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് ആയിട്ടുള്ള പ്ലാസ്മോഡെസ്മാറ്റ വഴി. മറ്റേത് നമ്മുടെ സെൽ വോൾ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ സ്പേസിലൂടെ. മൂന്നാമത്തത് ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്തിനാണ് ഈ ഇന്റേണൽ എൻവയോൺമെന്റ് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കാരണം ഇന്റേണൽ എൻവയോൺമെന്റ് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുക. ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മെറ്റബോളിക് റിയാക്ഷൻസ് നമുക്ക് പ്രോപ്പർ ആവുള്ളൂ. ഓക്കെ, സോ ഇതെല്ലാം തന്നെ എന്താണ്, ഇന്റർ കണക്റ്റഡ് ആണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ എക്സ്ചേഞ്ച്? ഇത് എക്സാമിന് ചോദിക്കുന്ന 4 തരത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് ട്രാൻസ്പോർട്ടാണ്. ഇത് വിത്ത് എക്സാമ്പിൾ തന്നെ എല്ലാവരെയും നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിനിലൂടെയാണ് നമ്മുടെ പാർട്ടിക്കിൾസ് ഉള്ളിലേക്ക് കിടക്കുക നമുക്കറിയാം. അപ്പോൾ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം, കോശത്തിൻ്റെ കവറിങ്. എന്താണ് പ്ലാസ്മ മെംബ്രെയിൻ? പ്ലാസ്മ എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം, കോശദ്രവ്യം. അപ്പോൾ സൈറ്റോപ്ലാസത്തിനെ കവർ ചെയ്യുന്ന മെംബ്രെയിൻ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു ലിപ്പിഡ് ബൈലെയർ
ഉണ്ട്, ഇത് ലിപ്പിഡ് മോളിക്യൂളാണ്. ഇങ്ങനത്തെ 2 ലെയർ ചേരുന്നതാണ്. അതിന് നടുക്കൂടെ നമുക്ക് കുറേ പ്രോട്ടീൻ മോളിക്യൂൾസിനെ കാണാം, കുറേ കാർബോഹൈഡ്രേറ്റ്സിനെ കാണാം. ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് കൊളസ്ട്രോൾ മോളിക്യൂൾസും എല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. സോ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അതായത് ഒരു റിയോ ലീഫ് അല്ലെങ്കിൽ ഒരു ചീര ഇല എടുത്തിട്ട് സെക്ഷൻ എടുക്കാം, മൈക്രോസ്കോപ്പിലൂടെ അതിന് സെക്ഷൻ എടുക്കാം. അതിനൊന്നിനെ നമ്മൾ ശുദ്ധജലം അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിലിടുക, ഒന്നിനെ നമ്മൾ സോൾട്ട് വാട്ടറിലിടുക. അപ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് മാറ്റമാണ് ഏതിലാണ് ഇട്ടതെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു സെല്ല് സ്വെല്ല് ചെയ്തിരിക്കുന്നു, വീർത്തിരിക്കുന്നു. ഇവിടെ ഒരു സെല്ല് ഷ്രിങ്ക് ചെയ്തിരിക്കുന്നു, ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത് ഏതിൻ്റെ അകത്തായിരിക്കും ഇട്ടിട്ടുണ്ടാവാം? അപ്പോൾ സ്വെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇട്ടിട്ടുണ്ടാവുന്നത് ഫ്രഷ് വാട്ടറിലായിരിക്കും, ശുദ്ധജലത്തിലായിരിക്കും. കാരണം സെല്ലിനെ അപേക്ഷിച്ച് ഫ്രഷ് വാട്ടറിലാണ് കൂടുതൽ വാട്ടർ മോളിക്യൂൾസ് ഉള്ളത്. അപ്പോൾ വെള്ളം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് കയറും, അതായത് ഉള്ളിലേക്ക് കയറുമ്പോഴാണ് സെല്ല് വീർത്ത് വന്നത്. ഇതിട്ടിട്ടുണ്ടാവുന്നത് ഉപ്പുവെള്ളത്തിലായിരിക്കും, സോൾട്ട് വാട്ടർ. അപ്പോൾ സോൾട്ട് വാട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് കൂടുതൽ ഉപ്പാണ്. അപ്പോൾ സെല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ വെള്ളം കൂടുതൽ സെല്ലിൻ്റെ അകത്താണ്, അപ്പോൾ വെള്ളം പുറത്തേക്ക് വന്നു. അങ്ങനെയാണ് സെല്ല് എന്ത് ചെയ്തത്? ഷ്രിങ്ക് ചെയ്ത്. ഇത് അതിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് ആണ്. പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൻ്റെ സെൽ വോൾ റിമൂവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് പ്രോട്ടോപ്ലാസ്റ്റ്. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നതാണ്. അപ്പോൾ സെൽ വോളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പ്രോട്ടോപ്ലാസ്റ്റ് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്തതാണ് നമുക്കിവിടെ കാണുന്നത്. ബേസിക്കലി നമ്മൾ എന്താണ്, ഓസ്മോസിസ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ? വാട്ടർ മോളിക്യൂൾസ്, ജലതന്മാത്രകളുടെ മൂവ്മെൻ്റ് ആണ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. എപ്പോഴും കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് വരിക, ത്രൂ എ സെമി പെർമിബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെ. വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് ആണത്, പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്കുള്ളതാണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷനും ഈ സെയിം പറഞ്ഞതുപോലെ കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുക. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഓക്സിജൻ മോളിക്യൂൾ. ഓക്കെ, ഇതെല്ലാം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ മൂവ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമ്മളുടെ 2 ടൈപ്പ് പ്രോട്ടീൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇതാണ് ചാനൽ പ്രോട്ടീൻ. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒരു കോമൺ വഴിയാണ്. പക്ഷേ കരിയർ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഷേപ്പ് മാറും. ഈ ഷേപ്പ് അല്ലല്ലോ ഇവിടെ കാണുന്നത്. അപ്പോൾ ഷേപ്പ് മാറുന്ന പ്രോട്ടീനാണ് കരിയർ പ്രോട്ടീൻ. അപ്പോൾ എന്തിനാണ് പ്രോട്ടീൻസിൻ്റെ കാര്യം പറയുന്നത് ചോദിച്ചാൽ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇതും ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ ആണ്. പക്ഷെ നമ്മുടെ ഗ്ലൂക്കോസ് പോലത്തെ മോളിക്യൂൾസിന് സെൽ മെംബ്രെയിനിലൂടെ ഈസി ആയിട്ട് കടക്കാൻ വേണ്ടി പറ്റില്ല. കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്നെയാണ് പോകേണ്ടത്. പക്ഷെ അവരെ സഹായിക്കാൻ ആര് വേണം? ഒരു കരിയർ പ്രോട്ടീൻ്റെ സഹായം വേണം. അപ്പോൾ അവിടെ നമ്മൾ ഒന്നെങ്കിൽ ഇങ്ങനത്തെ കരിയർ പ്രോട്ടീനോ അല്ലെങ്കിൽ ചാനൽ പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടി മോളിക്യൂൾസ് കൂടുതലുള്ള കോൺസെൻട്രേഷനിൽ നിന്ന് കുറഞ്ഞ കോൺസെൻട്രേഷനിലേക്ക്, കണ്ടോ ഇവിടെ അല്ലേ കൂടുതൽ, ഇവിടെ കുറവല്ലേ, അവിടേക്ക് മൂവ് ചെയ്യാണ്. അത് ഒരാൾ സഹായിക്കുകയാണ്. അതാണ് സഹായക പ്രോട്ടീൻ എന്നാണ് പറയുക. അപ്പം ഒരാളുടെ സഹായത്തോടെ നടക്കുന്ന ഡിഫ്യൂഷനാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈ 3 തരത്തിലുള്ള ട്രാൻസ്പോർട്ടും ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ ആണ്. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. അതായത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എതിരെയാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തിൻ്റെങ്കിലും എതിരെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി വേണം. ഓക്കെ, നമ്മുടെ അയോൺസ് അല്ലെങ്കിൽ ലവണങ്ങളുടെയൊക്കെ മൂവ്മെൻറ്റ് ഇങ്ങനെയാണ്, ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കരിയർ പ്രോട്ടീൻ ആൻഡ് ഓൾസോ എനർജി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹയർ ടു ലോവർ പോകുന്നതാണ് ഓസ്മോസിസ് ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ലോവർ ടു ഹയർ പോകുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇതിൽ വെള്ളത്തിന് മാത്രം ആപ്ലിക്കബിൾ ആയത് ഓസ്മോസിസ്, എനർജി വേണ്ടത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, എനർജി വേണ്ടാത്തതാണ് ഇവർ 3 ആൾക്കാരും. ഇവർക്ക് 3 ആൾക്കാരും ഹയർ ടു ലോവർ ആയതുകൊണ്ട് തന്നെ എനർജി വേണ്ട. ഇനി കരിയർ പ്രോട്ടീൻ ആവശ്യമില്ലാത്തത് ഓസ്മോസിസ് ഡിഫ്യൂഷൻ, കരിയർ പ്രോട്ടീൻ ആവശ്യമുള്ളത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും. ഇത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ എന്തായാലും നമുക്ക് ചോദ്യം വരുന്ന അടുത്തൊരാളാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലകളിലാണ് ഈ ഒരു പ്രക്രിയ നടക്കുന്നത്. അതുകൊണ്ടാണ് പ്ലാന്റ്സിനെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ ലീഫ് നോക്കിയാൽ ഒരു അപ്പർ എപ്പിഡെർമസും ലോവർ എപ്പിഡെർമസും കാണാം. അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് മീസോഫിൽ സെൽസ് കാണാം. അപ്പോൾ മീസോഫിൽ സെൽസിൻ്റെ അകത്താണ് നമുക്ക് ആരെ കാണുന്നത്? നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണത്തിനെ കാണാം. ഇതിൻ്റെ സ്ട്രക്ചർ എക്സാമിന് ചോദിക്കും. ഇതിനൊരു ഔട്ടർ മെംബ്രെയിൻ, ഒരു പുറമേയുള്ള ആവരണവും ഒരു ഉള്ളിലുള്ള ആവരണവും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേ മെംബ്രെയിൻസ് കാണാം. ഈ മെംബ്രെയിൻസിനെ നമ്മൾ പറയുന്ന പേരാണ് തൈലക്കോയിഡ്. എവിടെ തൈലക്കോയിഡ്, തൈലക്കോയിഡ്. ഓരോ മെംബ്രെയിൻസിനെയും തൈലക്കോയിഡ്, ഈ ഒരു അടുക്കിനെ നമ്മൾ പറയുന്നതാണ് ഗ്രാന. തൈലക്കോയിഡുകൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ അതിനെ ഗ്രാന എന്ന് പറയും. ആൻഡ് ഇതിൻ്റെ ഉള്ളിലുള്ള ദ്രാവക ഭാഗം
ഓക്കെ, ഈ ദ്രാവക ഭാഗത്തിനെയാണ് നമ്മൾ പറയുക സ്ട്രോമ. അതേപോലെ തന്നെ ഒരു തൈലക്കോയിഡിനെ വേറൊരു തൈലക്കോയിഡുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് സ്ട്രോമ ലാമെല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഗ്രാനയും സ്ട്രോമയും മനസ്സിലായി. ഗ്രാന എന്ന് പറഞ്ഞാൽ തൈലക്കോയിഡുകളുടെ അടുക്കിനെയാണ് ഗ്രാന എന്ന് പറയാം. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിനെയാണ് സ്ട്രോമ എന്ന് പറയാം. അപ്പോൾ ഇവിടെയാണ് 2 സ്ഥലങ്ങളിലായിട്ട് 2 ഘട്ടങ്ങളായാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ആദ്യത്തെ ഘട്ടമാണ് ലൈറ്റ് ഫേസ്, രണ്ടാമത്തെ ഘട്ടമാണ് ഡാർക്ക് ഫേസ് അഥവാ ഇരുണ്ട ഘട്ടം. ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിലും ഡാർക്ക് ഫേസ് നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ സ്ട്രോമയിലുമാണ്. അപ്പോൾ ഇതാണ് റിയാക്ഷൻ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ മക്കളെ? നമുക്കറിയാം ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ഉപയോഗിച്ച് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറോഫിൽ എവിടെയാണ് കാണുന്നത്? ഗ്രാനയിലാണ്. ക്ലോറോഫിൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കും. ബൈ പ്രൊഡക്ട്സ് ആയിട്ട് ഇവർ രണ്ടുപേരും ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഘട്ടം മിസ് പറഞ്ഞു ഗ്രാനയിലാണ് നടക്കുക. അപ്പോൾ ഗ്രാനയിൽ ക്ലോറോഫിൽ അഥവാ ഹരിതകമുണ്ട്. ഈ ഗ്രാനയിലുള്ള ക്ലോറോഫിൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ ലൈറ്റ് വാട്ടർ മോളിക്യൂൾസ് അല്ലെ ജലതന്മാത്രകളെ ബ്രേക്ക് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റും. ഈ ഓക്സിജൻ അപ്പം തന്നെ അന്തരീക്ഷത്തിലേക്ക് പുറത്തു പോകും. ഹൈഡ്രജൻ എന്ത് ചെയ്യും? നേരെ സ്ട്രോമയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈറ്റ് എനർജി ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ എന്താക്കി മാറ്റും? കെമിക്കൽ എനർജി ATPൻ്റെ ഫോമിലാക്കി മാറ്റും. എഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ, എനർജി റിച്ച് മോളിക്യൂൾ ആക്കി മാറ്റും. ഓക്കെ, പിന്നെ ബാക്കി നടക്കുന്നത് അതിൻ്റെ സ്ട്രോമയിലാണ്. അപ്പോൾ ഡാർക്ക് ഫേസ് എന്ന പേര് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഡാർക്ക് അപ്പം ഇത് ഇരുട്ടത്താണ് നടക്കുന്നതെന്ന് കരുതരുത്. ഫോട്ടോസിന്തസിസ് എപ്പോഴും ഡേ ടൈമിലേ നടക്കുള്ളൂ. പാർട്ട് 1 ഗ്രാനയിലും പാർട്ട് 2 സ്ട്രോമയിലും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് വന്ന നമ്മുടെ ഹൈഡ്രജൻ അയോൺസും ATPയും നമ്മൾ ഇവിടെ ഉപയോഗിക്കും. ഹൈഡ്രജൻ അയോൺസിനെ കാർബൺ ഡൈ ഓക്സൈഡും കൂടി കൂട്ടിച്ചേർത്ത് ATP എനർജി ഉപയോഗിച്ച് നമ്മൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഇങ്ങനെ ഇതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കമ്പാരിസൺ ചോദിക്കും. ഇതിൻ്റെ പോയിന്റ്സ് തന്നിട്ട് ഇതിനെ ഗ്രാന സ്ട്രോമ എന്നാക്കി എഴുതാനൊക്കെ ചോദിക്കും. അപ്പോൾ എല്ലാം നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതാ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ഉപയോഗിച്ച് സൺലൈറ്റിൻ്റെയും ക്ലോറോഫിലിൻ്റെ പ്രസൻസിൽ നമ്മൾ ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാക്കി. ഇതിൽ ഈ ഡാർക്ക് ഫേസിൻ്റെ സ്റ്റേജസ് കണ്ടുപിടിച്ച ആളാണ് നമ്മുടെ മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഡാർക്ക് ഫേസിൻ്റെ കെമിക്കൽ റിയാക്ഷൻസിനെ നമ്മൾ കാൽവിൻ സൈക്കിൾ എന്നൂടെ പറയാറുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു ടേബിൾ നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണ്. എവിടേക്കാണ് നടക്കുന്നത്? ലൈറ്റ് ഫേസ് ഗ്രാനയിലും ഡാർക്ക് ഫേസ് സ്ട്രോമയിലും. റിയാക്ഷൻസ് ഇവിടെ ലൈറ്റ് എനർജീനെ ATP ആക്കി മാറ്റും, വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റും. ആൻഡ് ഡാർക്ക് ഫേസിൽ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ആക്കും. ഇവിടെ ഉണ്ടാവുന്ന പ്രോഡക്ട്സ് അഥവാ ഉൽപ്പന്നങ്ങൾ. ക്ലിയർ? ഇനി അടുത്തതാണ് നമ്മുടെ ഫോട്ടോസിന്തസിസിന് ശേഷം എന്ത് സംഭവിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഫോട്ടോസിന്തസിസ് നടന്നു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് ഗ്ലൂക്കോസ് മാത്രമല്ലല്ലോ കിട്ടുന്നത്, നമുക്ക് ഫ്രൂട്ട്സ് കിട്ടാറുണ്ട്. ഫ്രൂട്ട്സിൽ നമുക്ക് ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗർ ആണുള്ളത്. പൾസസ് പയറുവർഗ്ഗങ്ങളുണ്ട്, അതിനകത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്? പ്രോട്ടീനാണ്. നമുക്ക് സീഡ് വിത്തുകളിൽ നിന്ന് നമുക്ക് ഓയിലാണ് കിട്ടുന്നത് അല്ലേ. കരിമ്പിൽ നിന്ന് സൂക്രോസ് ആണ് കിട്ടുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്ന് സ്റ്റാർച്ചാണ് കിട്ടുന്നത്. പക്ഷേ പ്ലാന്റ്സ് ഇതൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. പ്ലാന്റ്സ് ഗ്ലൂക്കോസ് മാത്രമല്ലേ ഉണ്ടാക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ സ്റ്റാർച്ചും സൂക്രോസും ഫ്രക്ടോസും അതുപോലെ തന്നെ ഫാറ്റും പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ നമുക്ക് കിട്ടുന്നത്? സിമ്പിൾ ഉത്തരം. അതായത് നമ്മുടെ ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സാധനം പ്ലാന്റ്സിന് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഈസിലി സോല്യൂബിൾ ആണ്, വെള്ളത്തിൽ പെട്ടെന്ന് ലയിച്ചു പോകും. അപ്പോൾ പ്ലാന്റ്സ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിനെ സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജമാക്കി മാറ്റും ഫോർ സ്റ്റോറേജ്. സംഭരണത്തിന് വേണ്ടിയിട്ട് ഇതിനെ സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജമാക്കി മാറ്റും. ഇനി ഇത് എല്ലാ ഭാഗത്തേക്ക് എത്തിക്കണം. ലീഫിൽ മാത്രം ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ സൂക്രോസ് ആക്കി മാറ്റും. അങ്ങനെ ഈ സൂക്രോസ് നമ്മുടെ സീഡിലെത്തിയാൽ ഓയിലായിട്ട് മാറുന്നു, പൾസസിലെത്തിയാൽ പ്രോട്ടീനായിട്ട് മാറുന്നു, നമ്മുടെ കരിമ്പിലൊക്കെ എത്തിയാൽ സൂക്രോസ് ആയിട്ട് മാറുന്നു, ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ് ആയിട്ട് മാറുന്നു, ഫ്രൂട്ട്സിൽ തന്നെ വെജിറ്റബിൾസിലൊക്കെ വൈറ്റമിൻസ് ആയിട്ട് മാറുന്നു, ട്യൂബേഴ്സിൽ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ സ്റ്റാർച്ച് അഥവാ അന്നജമായിട്ടൊക്കെ മാറുകയാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് പലതരത്തിലുള്ള ഐറ്റംസ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. ഇത് എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കടൽ. അപ്പോൾ നമ്മൾ വിചാരിക്കും സസ്യങ്ങളാണ് നമുക്ക് ഓക്സിജൻ തരുന്നതെന്നൊക്കെ. പക്ഷേ സസ്യങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ ഭൂമിയിൽ വേണ്ട ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് നമ്മുടെ ആരാണ്? ഓഷ്യനിലുള്ള നമുക്ക് കണ്ണിൽ കൂടെ കാണാൻ പറ്റാത്ത ഫൈറ്റോ പ്ലാങ്ക്ടൺസും ആൽഗകളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഓഷ്യൻ പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജനൊക്കെ കിട്ടാതെ വരും. അപ്പോൾ ഈ ഓക്സിജനും ഫുഡും മാത്രമല്ലാതെ പ്ലാന്റ്സ് വേറെയും കുറേ സാധനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഇക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എക്സാമിന് ചോദിക്കും. റബ്ബർ അഥവാ ലാറ്റക്സ്, സ്പൈസസ് സുഗന്ധവ്യഞ്ജനങ്ങൾ, ഡ്രിങ്ക്സ് നമുക്ക് കോഫി ടീ അല്ലേ, നമുക്ക് പാനീയങ്ങൾ തരുന്നുണ്ട്. ബയോ പെസ്റ്റിസൈഡ്സ് മെഡിസിൻസ് എല്ലാം നമ്മുടെ പ്ലാന്റ്സ് നമുക്ക് തരുന്ന കാര്യങ്ങളാണ്. ഇതേപോലെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കണ്ടൽ കാടുകൾ അഥവാ മാൻഗ്രോവ്സ്. നമ്മുടെ കടലും കായലും ഓക്കെ, അതായത് നമ്മുടെ
ബ്ലാക്കിഷ് വാട്ടറും അതേപോലെ തന്നെ ബ്ലാക്കിഷ് വാട്ടറും അതുപോലെ നമ്മുടെ കടലും ചേരുന്ന ഭാഗത്താണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ മാൻഗ്രൂവ്സ് ഉണ്ടാകുന്നത്. നമുക്ക് കുറേ കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അതിൻ്റെ എണ്ണം എന്താണ്, ഭയങ്കരമായിട്ട് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ കണ്ടൽക്കാടുകളുടെ ഇമ്പോർട്ടൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഫിഷ് വെൽത്തിൻ്റെ സോഴ്സാണ്, മത്സ്യസമ്പത്തിൻ്റെ സോഴ്സാണ്, ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൂടാതെ സുനാമി തടയാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ എന്താ പറയുക, തീരപ്രദേശത്തുള്ള മണ്ണിനെ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നതിനേക്കാൾ 4 to 5 മടങ്ങ് അധികം കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് ആഗോള താപനം തടയുന്നുണ്ട്. ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം മക്കളെ, വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് മാൻഗ്രൂവ്സ്. അപ്പോൾ മിസ് ഈ വീഡിയോയിൽ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കുക. All the best.